നമ്മൾ പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2 kg മാസ് ഉണ്ട്. അത് ആക്ട് ചെയ്യണത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് വിച്ച് ഗീവ്സ് എ ടൈം ഡിപ്പെൻഡൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും 0 to t0 ഇൻ്റർവെൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഇവിടെ വെലോസിറ്റി ആയിരിക്കും ഈസ് ഈക്വൽ ടു 1/2. 1/2 കോൺസ്റ്റൻ്റ് ആണ്. ടി സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2t ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ വെട്ടിപ്പോകുമ്പോൾ ഡി എക്സ് ഈസ് ഈക്വൽ ടു ടി ഡി ടി എന്ന് കിട്ടി. അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടി, ടി ആന്ന് കിട്ടി. നമ്മൾ വീണ്ടും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി വി വിത്ത് റെസ്പെക്ട് ടു ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് എ കിട്ടി. ടൈം വിത്ത് റെസ്പെക്ട് ടു ഡി ടി വിത്ത് റെസ്പെക്ട് ടു ഡി ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് 1 കിട്ടി. അപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി, 1 ആണെന്ന് കിട്ടി. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം. വർക്ക് തിയറം പ്രകാരം നമുക്ക് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഡോട്ട് ഡി എക്സ് ആണ്. എഫിൻ്റെ വാല്യൂ എത്രയാണ്? എഫ് എന്ന് പറഞ്ഞാൽ എം എ ആണ്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ 2 kg മാസം തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ട് 1 എന്ന് തന്നിട്ടുണ്ട്. സി ഇൻറ്റു ഡി എക്സ് എന്നാണ് കിട്ടിയിരിക്കണത്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയത് ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി ആണ്. അപ്പം ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഇൻറ്റു ഡി ടി ആയിരിക്കും. ഈ വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ടി ആന്ന് കിട്ടി. അപ്പോൾ വി ഡോട്ട് ഡി ടീനെ നമുക്ക് ടി ഇൻറ്റു ഡി ടി എന്ന് കിട്ടി. വേണം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. 2ഉം 2ഉം ക്യാൻസൽ ആയി പോയി. നമ്മൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ t0 സ്ക്വയർ ഡിവൈഡ് ബൈ -0 എന്ന് പറയുമ്പോൾ t0 സ്ക്വയർ ആയിരിക്കും. നമ്മളൊക്കെ ആൻസർ കിട്ടിയത് t0 സ്ക്വയർ ആണ്.